ആ അമ്മേ. ആ മോളെ, നീ ഒറ്റക്കാണ് വന്നത്? എന്തേ ഒന്ന് വിളിച്ചും കൂടി ഇല്ലല്ലോ? എനിക്ക് അങ്ങനെ കാണണമെന്ന് തോന്നി, ഞാൻ രാവിലെ ഇങ്ങോട്ട് പോന്നു. അല്ല, നീ എന്താ ഒറ്റക്കാണ് വന്നത്? അല്ല കോട്ടശൊക്കെ വന്നാ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ വരാമോ നിനക്കിത്? എന്തേ അവനെന്തേ? ഞാനിങ്ങോട്ട് പോന്നു, ഞാൻ ആരെയും വിളിച്ചൊന്നുമില്ല. എന്താണ് നിന്റെ കോലം? നീ അവിടെ നേരത്താണോ നിക്കണത്? കറുത്ത് കരിക്കട്ടെ അല്ല. പിന്നെ ഇവിടെ നാട്ടിൽ വരുന്ന സാധനങ്ങളൊന്നും എന്റെ കയ്യിലില്ല. അല്ല, നാട്ടിലെന്തേ? ആ മുറിയിൽ കയറി ഇരിപ്പാണ്. ചായ കുടിക്കാൻ വന്നാൽ ചായ കുടിച്ചിരുന്നെങ്കിൽ പിന്നെ ആ മുറിയിൽ കയറി ഇരിപ്പ് തന്നെ. ഞാൻ പിന്നെ അത് നോക്കാറൊന്നുമില്ല. മണം വന്നിട്ടല്ലോ, എന്തിനാണ് കറക്കി? വേമോനെ ഇത്തിരി പോഴമീങ്കിട്ട് അമ്മ വറക്കണേന്ന്. അതെ ഇവിടെ പുഴമീനൊക്കെ കിട്ടുമല്ലേ? അവിടെ എടുക്കട്ടെ ചാള ചാള ചാള. മതിയായി. ഞാനിവിടെ പോകുമ്പോ കുറച്ച് മീനൊക്കെ മേടിച്ചോണ്ടോ. ആ അതിലെന്താണ്? അവനോട് പറഞ്ഞിട്ടെ അമ്മ 2 ദിവസത്തേക്കുള്ള മീനൊക്കെ മേടിപ്പിച്ചു തരാട്ടാ. അല്ല, മോള് വന്നിട്ട് ഇതുവരെ അവളൊന്നും എഴുന്നേറ്റില്ലേ? ഞാൻ നോക്കട്ടെട്ടാ. പൊന്നു മോനെ, പൊന്നു. പണ്ടാരത്തുള്ള എന്തിനാ ഉപ്പ വിളിക്കണം? ദേ വരുന്ന. ഞാൻ വന്നിട്ട് നാട്ടിലൊന്നും അറിഞ്ഞില്ലേ? ആ ഇതെപ്പോ ഒന്ന് ഞാന് രാവിലത്തെ ചായ കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കായിരുന്നു. പൊന്നു, അവർക്ക് കുടിക്കാൻ ചായ എന്തെങ്കിലും എടുത്തു കൊടുത്തേ. ആ ഞാൻ ചായ എടുത്തിട്ട് നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരായിരുന്നില്ലേ? അപ്പൊ ഞാൻ ചിക്കൻ എന്തെങ്കിലും മേടിച്ച് വറുത്തി കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നില്ല? എന്റെ അമ്മേ, ചിക്കനും ബീഫൊക്കെ മേടിക്കാൻ സമയമുണ്ട്. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വേണുള്ളൂ. അമ്മോ, ഒരാഴ്ച ഇപ്പൊ അടപ്പ് ഇവിടെ ഉണ്ടാവും. ഞാനൊന്നും മുറിയിലോട്ടെ അല്ലട്ടെ. ഓ, നമ്മളോടൊന്നും സംസാരിക്കാൻ നേരമില്ല. ഇത് എന്തിട്ട് ചായയാണ് നീ ഉണ്ടാക്കി വെച്ചത്? ഒരു കൊല്ലോ ഇല്ല കല്യാണം കഴിഞ്ഞിട്ട്. ഒരു ചായ അളപ്പിക്കാനും കൂടെ അറിയാൻ പാടില്ല. അമ്മനെ കൊണ്ട് കൊള്ളില്ലായിട്ടാണ്. നമ്മുടെ കുടുംബത്തിൽ കയറി നമുക്ക് എന്ത് കോല് വരുന്നു. ഇപ്പൊ ഒന്നും മെന വെച്ചിട്ടുണ്ട്. അല്ലമ്മേ, കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോ ഇത്രയും വെട്ടം ഉണ്ടായില്ലല്ലോ. മൂത്ത് കാണാനൊരു വെട്ടമൊക്കെ ഉണ്ടല്ലോ. പാർലറിലായിരിക്കും അല്ലേ? പാർലറിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്തെല്ലാം സാധനമാണ് മേടിച്ചു വെച്ച് തേക്കലെന്ന് അറിയാമോ? നീ എന്തൊരു കൊള്ള. നിനക്ക് ഇപ്പൊ ഉള്ളതിനേലും 10 വയസ്സ് കൂടി. മുറി അടച്ചിട്ട് ഏതാണ്ട് തേക്കണേന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്തെല്ലാം സാധനങ്ങളാണെന്ന് ഞാൻ മുറിക്കാതിരിക്കണത്. കണ്ടാലറിയാം എല്ലാം നല്ല വില കൂടിയ സാധനമാണ്. ചിത്രോള ഇറങ്ങാൻ ചോദിച്ചിട്ടേ അപ്പൊ ശശി തന്നില്ല എനിക്ക്. നീ എന്തിനാ അതൊക്കെ ചോദിക്കാൻ പോയത്? നിനക്ക് നാണമില്ലേ? വേറെ പണിയൊന്നുമില്ല. അത് ചോദിക്കണ എല്ലാം അവൻ മേടിച്ചു കൊടുത്തിട്ടാണ്. ഇതൊക്കെ തിന്നു വേണമെങ്കിൽ ഇതൊക്കെ അങ്ങനെ തിന്നു. എന്റെ മോനായതുകൊണ്ട് പറഞ്ഞല്ലോ, എന്ത് സാധനം ചോദിച്ചാലും അവ അപ്പ തന്നെ മേടിച്ചു കൊടുക്കണേ. ഇങ്ങനൊക്കെ ഒരു പെണ്ണോന്റെ